ഹലോ ഗൈസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ടിപ്പ് തരാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഫുഡ് അടിച്ച് സദ്യ കഴിഞ്ഞത് സമയം ഇപ്പോൾ 3 മണി ആറായി. സദ്യ കഴിഞ്ഞ് എല്ലാവരും കയറി ചെയ്യുന്ന സമയമാണ്. സദ്യക്ക് നിങ്ങൾക്ക് ഇഞ്ചിമുളി ബാക്കി വന്നിട്ടുണ്ടാവും. ഇഞ്ചിമുളി ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നാളെ അൽഫാം ഓർഡർ ചെയ്ത് നോക്ക്. അൽഫാമിൻ്റെ ഒപ്പം കിട്ടുന്ന ചെറിയൊരു സാലഡില്ലേ, മറ്റേ നമ്മുടെ ക്യാബേജും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ടുള്ള ആ സാധനവും ഈ ഇഞ്ചിമുളി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയത്. അതിനുവേണ്ടി നിങ്ങൾ മറ്റേ അൽഫാം വാങ്ങണമെന്നില്ല, എന്നാലും ഞാൻ ഒരു എനിക്ക് പറഞ്ഞതാണ്. ട്രൈ ചെയ്ത് നോക്കിയോ. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഒന്ന് നോക്കിയതാ, കിഡിലെന്ന സാധനമായിരുന്നു. ഇപ്രാവശ്യം നാളെ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ അതിന്റെ വീഡിയോ തരാം. കിഡിലും ഒന്നും പറയാലില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്ത് നോക്കും. അതുപോലെ വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഈ വീട് എൻ്റെ അച്ഛൻ വയ്ക്കുന്ന സമയത്ത് കുറെ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരെങ്കിലും പറഞ്ഞത്, നീ ഇപ്പോൾ വീട് വയ്ക്കാൻ പോകുന്നത് ഒരു ഹിന്ദു ഏരിയയിലേക്കാണ്, അല്ലെങ്കിൽ എന്താ പറയുക അവിടെ ക്രിസ്ത്യാനിറ്റി കുറവാണ്, അതൊന്നും നമ്മുടെ ജാതിക്കാരല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ഇവിടെ ഇപ്പോ നല്ല കുഴപ്പമില്ല, നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയർ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ 3 ലിറ്റർ പായസം സ്നേഹത്തിന്റെ പുറത്ത് വേറെ എത്തി. പാലട, പിന്നെ സേമിയോ, പ്രഥമൻ 3 വന്നു. അതായത് അടിച്ച് കിറങ്ങിപ്പോവും നമ്മള്. കിഡില് അതല്ലാണ്ട് വേറെ സെപ്പറേറ്റ് ഇവിടെ ഓണത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം കൂടുതലായിരുന്നു. പക്ഷെ ഈ അയൽവാസികൾ കൊണ്ടുവരുന്ന സാധനമല്ലോ, വീട്ടിലുണ്ടാക്കുന്ന നല്ല കിഡിലിന് ഐറ്റം. അതുപോലെ തന്നെ എന്താ പറയാ, എപ്പോഴും ഒരു പൊടി കയ്യാകലം എല്ലാവർക്കും നിൽക്കുന്നത് തന്നെ നല്ലത്. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പൊ കിട്ടിയ ഒരു ഏരിയ ഉണ്ടല്ലോ, കിഡിലിന് ഏരിയ, നവീദിനത്തിന്റെ ഫുഡ് കിട്ടും. ക്രിസ്ത്യൻസ് ഇല്ലാന്നല്ല, ക്രിസ്ത്യാനിറ്റിയുടെ നമുക്ക് ഫുഡ് കഴിക്കുക കറക്റ്റ് ടൈമിന് കിട്ടും. അതുപോലെ തന്നെ ഓണത്തിന്റെ എല്ലാ ഫുഡും കിട്ടും. നല്ല ഒന്നും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു നമുക്ക് അതർ റിലീജിയന്റെ ഒരു ഫെസ്റ്റിവൽ വരികയാണെന്നുണ്ടെങ്കിൽ താനേ ഇങ്ങനെ എത്തിക്കോളും. അങ്ങനെ നമ്മൾ ക്രിസ്ത്യനാണ്, പക്ഷെ അങ്ങനെയല്ല. എല്ലാ സാധനവും എല്ലാ വീട്ടിൽ നിന്ന് വരും. നമ്മളാണെങ്കിൽ അതൊക്കെ ക്രിസ്മസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. ഇപ്പൊ ഫുള്ളി ക്രിസ്ത്യാനിറ്റി മാത്രം അല്ലെങ്കിൽ ഫുള്ളി ഹിന്ദുസ് മാത്രമുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിൽ തന്നെയല്ലേ പരിപാടി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആ ഒരു ആഘോഷം അങ്ങനെ തീരും. ഇത് അങ്ങനെയാവില്ല. കുറച്ച് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പോകും. മീൻസ് ഫുള്ള് ക്രിസ്ത്യാനിറ്റി ഉള്ളതും കുഴപ്പമില്ല എന്നല്ല, ഹിന്ദുസ് ഫുള്ള് ഉള്ളതും മീൻസ് വർഗീയത പറയില്ല. പക്ഷെ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിന്റെ വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ജാതി പറയുന്ന ടീംസ് എന്ന് പറയുന്നത് കുഴിക്ക് കാലും നീട്ടിയിരിക്കുന്ന ടീമുകളല്ല. അതാണ് അതിന്റെ വേറൊരു പ്രശ്നം. അതായത് അടുത്ത തലമുറ നമ്മൾ വിശേഷിപ്പിക്കണ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവരാണ് ഈ സംഗതി എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോഴും മറ്റേ പഴമക്കാരെ കുറ്റം പറയും, അങ്ങനത്തെ അവര് ഓൾഡ് ജനറേഷനാണ് അങ്ങനെ പറയും. ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, എപ്പോഴും മനുഷ്യനാവട്ടെ. അപ്പൊ എല്ലാവർക്കും 1 മോർണിംഗ് ഹാപ്പി ഓണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മോർണിംഗ് പായസം കുടിക്കുക, ഉറങ്ങുക, 5 മണി 6 മണി ആകുമ്പോൾ എണീക്കുക, ചില്ല് ചെയ്യുക. ബൈ. ഇപ്പോൾ ഹാപ്പി ഓണം.